എല്ലാവർക്കും എപ്പോഴും പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരിക്കും ഇല്ലേ അമ്മ വീട്. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവിടെ പോകുന്നത്. എന്നാ പിന്നെ ഇന്ന് പോകാന്ന് കരുതി ഇറങ്ങിയത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഊണെല്ലാം റെഡിയായി, എല്ലാവരും ഊണ് കഴിക്കുന്നു, ഞങ്ങളും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്ന് നമുക്ക് സേമിയ വെക്കാമെന്ന്. ഞാനും ചേച്ചിയും മാമിയും കൂടെ സേമിയ വെക്കാനായിട്ട് എല്ലാം റെഡിയാക്കി. അതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് മാമി പറഞ്ഞു എന്നാൽ ഇനി എല്ലാവരും വൈകിട്ട് ഊണ് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞ് അരി അടുപ്പിലോട്ട് ഇടുകയാണ് കേട്ടോ. ആന്റി അപ്പോഴത്തേക്ക് ചായയും കടിയായിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. മാമൻ അപ്പോഴത്തേക്ക് പശുക്കിടാങ്ങൾക്കുള്ള കാടിയെല്ലാം റെഡിയാക്കി വെച്ചു. അവര് അമ്മയും മോളും കൂടെ അവിടെ സ്നേഹത്തിലാണ് കേട്ടോ, സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ടോമിക്കുട്ടന് ഞങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോ അവന് വേണം ഇട്ട് കൊടുത്തപ്പോ ഭയങ്കര ഗമ അവന് കഴിക്കാം. അവൻ അതും പൊക്കിക്കൊണ്ട് ഓടിപ്പോയി വേറെടുത്ത് പോയി എന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ അടുത്ത് നിന്ന് കഴിക്കുന്ന അവനിങ്ങോട്ട് പിടിക്കുന്നില്ല. ഞങ്ങൾ ഇനി കൊതിയിട്ടാലോ എന്ന് വിചാരിച്ചായിരിക്കും. പിള്ളേരല്ലാണ്ട് പോലീസും കളനും കളിയാണ് കേട്ടോ. മോക്കാണെങ്കിൽ രാജാവാ കിട്ടി, അവൾ അതെന്നെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു ചേച്ചി വന്നപ്പോ ചേച്ചിക്ക് മാമിയുടെ ചെടി കണ്ടപ്പോ എല്ലാം വേണം. അവൻ ഭക്ഷണമൊക്കെ കഴിച്ചതേ ടോമിക്കുട്ടൻ ഉറക്കമായി. അണ്ണം വന്നപ്പോഴത്തേക്കും മാങ്ങ എറിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് ഉപ്പും മുളകും എല്ലാം കൂട്ടി അങ്ങോട്ട് തട്ടി കയറ്റി. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എന്ത് രസമായിരുന്നു. അതിപ്പോഴും ഓർക്കുമ്പോൾ ആവി രുചി കൊണ്ട് വയ്യ. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്ന് മീനൊക്കെ പിടിച്ച് എല്ലാവരും കൂടെ പിടിച്ചത് കാരണം ഒത്തിരി മീൻ കിട്ടി കേട്ടോ, കുറച്ചേറെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരമായി അപ്പോഴത്തേക്ക്. അപ്പം മാമി പറഞ്ഞു എന്ന് നമുക്ക് കറി വെക്കാം. അങ്ങനെ മാമിയും ചേച്ചിയും കൂടെ അത് വെട്ടി. ഞാൻ അപ്പോഴത്തേക്ക് അതിനുള്ള ഉള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ വഴറ്റാനായിട്ട് വെക്കുകയാണ്. മാമി വേണ്ട അപ്പോഴത്തേക്ക് വന്ന് മാമി മൊബൈലിൽ ഓണാക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഓടിയതാണ് കേട്ടോ, തലയിൽ കൈ വെച്ചിട്ട് അയ്യോ എന്നും പറഞ്ഞ്. അപ്പോഴത്തേക്ക് പിന്നെ ഞാനത് എണ്ണയിലിട്ട് അതെല്ലാം ഒന്ന് വഴറ്റാനായിട്ട് എല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്ക് അവർ മീൻ വെട്ടിക്കൊണ്ടുവന്ന് വരയുകയും കട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ അപ്പോഴത്തേക്ക് അതെല്ലാം റെഡിയാക്കി. മാമി അതിൻ്റെ അകത്തോട്ട് പൊടികളെല്ലാം ചേർത്ത് തിന്നു കേട്ടോ. ഞാനിതിങ്ങനെ ഇളക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇളക്കുകയാണ് എൻ്റെ മുഖ്യമായ കാര്യം. അങ്ങനെ ഞാൻ അതെല്ലാം ഇളക്കി അതെല്ലാം ചേർത്തപ്പോഴത്തേക്കും മീൻ കഷ്ണം എല്ലാം റെഡിയായി. അത് പിന്നിട്ട് അപ്പോഴത്തേക്ക് പിള്ളേരുടെ കളികളാണ് കേട്ടോ. അവരെല്ലാവരും ഒരു സൈഡിലായിട്ട് അവരുടെ കളികൾ. അങ്ങനെ മീൻ കഷ്ണം എല്ലാം ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വിധാനിച്ചു. അങ്ങനെ കറിയെല്ലാം തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഉപ്പ് നോക്കാന്ന് പറഞ്ഞു. മാമി അതൊന്ന് കറക്കി ഒന്ന് റെഡിയാക്കിയതാണ് കേട്ടോ. ഞാനും അതൊന്ന് ഇറക്കി പിടിച്ചു. അപ്പോഴേക്ക് പിന്നെ ഉപ്പെല്ലാം നോക്കിയപ്പോൾ ഉപ്പെല്ലാം ഓക്കെയാണ്. എന്നാൽ പിന്നെ മീൻ മറ്റേത് പുരട്ടി വറുക്കാനുള്ളത് വെക്കാമെന്നും പറഞ്ഞ് അതെല്ലാം മാമി പുരട്ടി. അപ്പോഴത്തേക്ക് അത് വറുക്കാനും വെച്ച്. അതെല്ലാം വറുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു എന്നാൽ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് പിന്നെ പിള്ളേരുടെ കൂടെ ഞാനും അങ്ങ് കൂടി സിനിമാ പേരൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും അങ്ങ് കളിയായി കേട്ടോ. അവര് മുതിർന്നവരെല്ലാം കൂടെ മാമനും ചേച്ചിയും വല്യമ്മച്ചിയും എല്ലാവരും കൂടെ അവിടെ നിന്ന് സംസാരവുമായി. പിന്നെ ആന്റി അപ്പോഴത്തേക്ക് വിഷുവിനെ നോക്കുകയാണ്, അവള് ജിമ്മിൽ പോയേക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകണ്ടേന്നും പറഞ്ഞ് പിന്നെ എല്ലാവരോടും ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് നല്ല ഓളമായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പോകാനിറങ്ങി. കാരണം ആർക്കും നിൽക്കാൻ ടൈമില്ല, നാളെ രാവിലെ ഓരോരോ പരിപാടികളുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് യാത്രയായി. അപ്പൊ അത്രയേ ഉള്ളൂ.